നമസ്കാരം. നിയമവേദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം വിവാഹമോചനം സംബന്ധിച്ച നിയമങ്ങളാണ്. ഈ വിഷയം സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അഭിഭാഷക അഡ്വക്കേറ്റ് അനിത നായർ നമ്മോടൊപ്പമുണ്ട്. നിയമവശങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾക്കായി നിങ്ങൾക്കും വിളിക്കാം. അപ്പോൾ നമുക്ക് ഇതേ സംബന്ധിച്ചുള്ള സംശയങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം. ആദ്യമായി പറയട്ടെ, വിവാഹമോചനം പ്രോത്സാഹിപ്പിക്കാനുള്ള വേദിയല്ല. വിവാഹമോചനം ഇന്നത്തെ സാഹചര്യത്തിൽ വിവാഹമോചനത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഒരു സംശയ നിവാരണം എന്ന് മാത്രമേ ഉള്ളൂ. പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ബന്ധങ്ങൾ നിലനിർത്തി പോവുക. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം, ഇന്നത്തെ കാലത്ത് വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ വിവാഹമോചനം വളരെയധികം വർദ്ധിക്കുന്നുണ്ട്. ഒരു മണിക്കൂറിൽ 5 വിവാഹമോചനങ്ങൾ നടക്കുന്നു. 1980-90 കാലം കമ്പയർ ചെയ്യുമ്പോൾ 1980-ൽ ഒരു വർഷം ജില്ലാ കോടതിയിൽ 1 വിവാഹമോചനമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരു മണിക്കൂറിൽ 5 വിവാഹമോചനം. ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇതിന് വ്യത്യസ്തമായ കാരണങ്ങളാണ്. അവിഹിത ബന്ധങ്ങൾ ഒരു കാരണമാണ്. കേരളത്തിൽ അവിഹിത ബന്ധങ്ങൾ വർദ്ധിക്കുന്നു. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡർ, ജീവിക്കാൻ സ്ത്രീകൾ സ്വയം പ്രാപ്തരായി എന്ന ചിന്താഗതി, പിന്നെ ലഹരി മരുന്നിൻ്റെ അമിത ഉപയോഗം, ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യം, ഇതെല്ലാം ഡൈവേഴ്സിന് കാരണമാണ്. ജോയിന്റ് ഡൈവേഴ്സ് ലഭിക്കാൻ എത്ര സമയം എടുക്കും? ജോയിന്റ് ഡൈവേഴ്സിൻ്റെ കൂളിംഗ് ഓഫ് പീരീഡ് 6 മാസമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഓർഡർ പ്രകാരം ഇപ്പോൾ പെറ്റീഷൻ ഫയൽ ചെയ്ത് ഉടനെ അടിയന്തരമായി ഡിവോഴ്സ് വേണമെന്ന് ഒരു പെറ്റീഷൻ നമ്മൾ കോടതിയിൽ ഇട്ടാൽ അത് ആ കോടതി അക്സെപ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് വിവാഹമോചനം ലഭിക്കും. കുറച്ചു മുമ്പ് കൂളിംഗ് ഓഫ് ടൈം എന്ന് പറഞ്ഞില്ലേ, പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് കൂളിംഗ് ഓഫ് ടൈം എന്ന് പറയാമോ? പറയാം. ഒന്നുകൂടി ചിന്തിക്കാനുള്ള ടൈമാണ്. അത് ഒരു മാൻഡേറ്ററി കൗൺസിലിംഗ് പ്രൊസീജിയർ ഉണ്ടാകും. കൗൺസിലിംഗ് വഴി ഡൈവേഴ്സ് വേണ്ടെന്ന് വെക്കുന്ന ആൾക്കാരും ഉണ്ട്. കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യാവുന്ന വിവിധ തരം കേസുകളെ പറ്റി ഒന്ന് വിശദീകരിക്കാം. കുടുംബ കോടതി ഡൈവേഴ്സിന് മാത്രം ഉള്ളതാണ് എന്നുള്ള ധാരണ തെറ്റാണ്. കുടുംബ കോടതിയിൽ ജീവിതം പുനഃസൃഷ്ടിക്കാനുള്ള കേസുകൾ നൽകാം. പിന്നെ റിട്ടേൺ ഓഫ് ഗോൾഡ്, മണി ആൻഡ് ആർട്ടിക്കിൾ, ഇപ്പോൾ പെൺകുട്ടിയുടെ വിവാഹത്തിന് മാതാപിതാക്കൾ നൽകുന്ന പണമോ സ്വർണങ്ങളോ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ കൈക്കലാക്കിയാൽ ഇതൊക്കെ അന്യായമായി കൈവശം വെച്ചതിൽ അവരുടെ പ്രോപ്പർട്ടി ടെമ്പററി അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ കുട്ടിയുടെ കസ്റ്റഡി കുട്ടി അമ്മയുടെ അടുക്കാണെങ്കിൽ അച്ഛന് കുട്ടിയെ സന്ദർശിക്കണം, അതിനുള്ള ഹർജി നമുക്ക് ഫയൽ ചെയ്യാം. പിന്നെ കോമ്പൻസേഷൻ ഹർജികൾ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാനുള്ളത്, അതുപോലെ കുടുംബ കോടതി മുഖേന കേസുകൾ നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വേഴ്സ് സിറ്റുവേഷനാണ്. ഡൈവേഴ്സ് ഇല്ലാതെ മാറി താമസിക്കലാവാം, പക്ഷേ അത് മാൻഡേറ്ററി പ്രൊസീജിയർ അല്ല. കമ്പൽസറിയായി പിരിഞ്ഞ് താമസിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും പറയാറില്ല. ഇപ്പോൾ വിവാഹബന്ധം വേർപെടുത്താതെ മറ്റൊരു പുരുഷനുമായി ജീവിതം ആരംഭിച്ച് ഒരു കുഞ്ഞ് ജനിക്കുകയോ ചെയ്താൽ ആ സ്ത്രീക്ക് ശിക്ഷ വല്ലതും ലഭിക്കുമോ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രകാരം അഡൾട്ടറി നിയമപരമായി സ്ട്രൈക്ക് ഓഫ് ചെയ്തു കഴിഞ്ഞു. അതിനാൽ ശിക്ഷ ഉണ്ടാവില്ല. പക്ഷേ ഡിവോഴ്സ് പെറ്റീഷൻ ഗ്രൗണ്ടായി ഫയൽ ചെയ്യാവുന്നതാണ്. മറ്റൊരു ബന്ധം കാരണമായി വെച്ച് മാനസികാവസ്ഥ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഒരാൾക്ക് ഡൈവേഴ്സിന് താല്പര്യമുള്ളൂ, മറ്റേയാൾക്ക് താല്പര്യമില്ല, അങ്ങനെ വരുമ്പോഴുള്ള നിയമവശങ്ങളൊക്കെ ഒന്ന് പറയാം. പൊതുവെ ജോയിന്റ് ഡൈവേഴ്സ് വിതിൻ 6 months ആണ്. മറിച്ച് ഒരാൾക്ക് മാത്രമേ ഡൈവേഴ്സ് താല്പര്യമുണ്ടെങ്കിൽ ഡൈവേഴ്സ് OP ഫയൽ ചെയ്ത് ഇത് ഓപ്പോസിഷൻ പോയി മറുപടി മടങ്ങി വരാൻ തന്നെ 2 മാസം ടൈം എടുക്കും. അതിനുശേഷം ഓപ്പോസിഷൻ ഹാജരായി ഇരു കൂട്ടരും ഒന്നുകിൽ ഒരുമിക്കുക അല്ലെങ്കിൽ പിരിയാനുള്ള തീരുമാനം ജോയിൻ്റായി എടുക്കേണ്ടത് കൊണ്ട് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ കോടതി ആവശ്യപ്പെടും. കൗൺസിലിങ്ങിന് ശേഷം ഒരു ജോയിൻ്റായ തീരുമാനം വരുന്നില്ല എങ്കിൽ വീണ്ടും ഫയൽ കോടതിയിലേക്ക് വന്ന് മീഡിയേഷൻ ഫോമിലേക്ക് മാറും. ഇരു പാർട്ടികൾക്ക് സമ്മതമാണെങ്കിൽ
മീഡിയേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇത്തരം കേസുകളിൽ 99% മെയിൻ്റെനൻസ് കോമ്പൻസേഷൻ അഥവാ ചൈൽഡ് കസ്റ്റഡി കാരണം നീണ്ടുപോകാറാണ് പതിവ്. മറിച്ച് ഡൈവേഴ്സിന് വ്യക്തമായ കാരണം കാണിക്കേണ്ടതും ആവുന്നു. ഡൈവേഴ്സിന് കാലതാമസം കുറക്കാനായിട്ട് എന്താ ചെയ്യുക? അതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സ്പീഡി ഡിസ്പോസൽ ഫയൽ ചെയ്യാവുന്നതാണ്. ഡൈവേഴ്സ് ആയവർക്ക് വീണ്ടും ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അതിന് നിയമം ഒരിക്കലും പ്രൊഹിബിറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവർ ഒരു എഗ്രിമെൻ്റ് വെച്ച് വീണ്ടും മാരേജ് ആഡ് ചെയ്യണം. വിവാഹബന്ധം വേർപെടുത്തുന്നത് വളരെ പെയിൻഫുള്ളായ കാര്യമാണ്. ഡൈവേഴ്സ് ചെയ്യാമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആൾക്കാർക്ക് സംശയങ്ങളുണ്ട്. ഡിവേഴ്സിന് വേണ്ടി കോടതിയെ സമീപിച്ചാൽ കോടതി ഡൈവേഴ്സ് അനുവദിച്ച് തരുമോ? അപ്പോൾ തന്നെ അനുവദിച്ച് തരില്ല, ഉടനെ കോടതി കൊടുക്കാറില്ല. അതായത് കോടതി രണ്ട് ഭാഗവും നോക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭാര്യ ഫയൽ ചെയ്താൽ എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ഫയൽ ചെയ്തേക്കുന്നത്? ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ ഗ്രൗണ്ട് നോക്കും, എന്തു കാരണം കൊണ്ടാണ് ആവശ്യപ്പെടുന്നത്, അതുപോലെ എന്ത് ഗ്രൗണ്ടിലാണ് ഈ ഡൈവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുക എന്നിങ്ങനെ ഗ്രൗണ്ട്സ് ഒക്കെ നോക്കിയിട്ടാണ് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. ഡിവോഴ്സ് കൊടുക്കുകയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്. മ്യൂച്വൽ ഡൈവേഴ്സ് ആണെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻ വരുന്നില്ല. ചില സിറ്റുവേഷനിൽ കോടതി ഡിവോഴ്സ് കൊടുക്കാറുമില്ല. ഇപ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് 4 വർഷമായി മാറി നിൽക്കുക, അത് ഡൈവേഴ്സായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. കോടതിയിൽ ഫയൽ ചെയ്ത് കോടതിയുടെ ഉത്തരവ് പ്രകാരമേ ആ ബന്ധം ഡൈവേഴ്സ് ആകൂ. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഡൈവേഴ്സ് ലഭിക്കില്ല. ഇപ്പോൾ ഒരാഴ്ചയായി ഒരു വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളലുകൾ വന്നു, അവർക്കുടനെ ഡൈവേഴ്സ് വേണം, ഡൈവേഴ്സ് കിട്ടില്ല. മ്യൂച്വൽ ഡൈവേഴ്സ് ആണെങ്കിൽ പോലും ഭാര്യയും ഭർത്താവും 1 വർഷം കൂടെ താമസിക്കണം. അതേപോലെ ഭാര്യയ്ക്ക് താല്പര്യമുണ്ട് ഡൈവേഴ്സിന്, ഭർത്താവിന് താല്പര്യമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് താല്പര്യമുണ്ട് ഭാര്യയ്ക്ക് ഡൈവേഴ്സിന് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ പോലും അവർ 2 വർഷം പിരിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ അവർ ഒരുമിച്ച് വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ പോലും അവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതേപോലെ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് കുഞ്ഞിൻ്റെ കസ്റ്റഡി. എല്ലാവരുടെയും ചിന്ത എന്താ? അമ്മയ്ക്കാണ് പൊതുവെ പറയുന്നത്, അമ്മയാണ് കുഞ്ഞിൻ്റെ കസ്റ്റോഡിയൻ. അങ്ങനെയല്ല, കോടതിയാണ് അത് തീരുമാനിക്കുന്നത്. ഭാര്യയുടെ അല്ല ഭർത്താവിൻ്റെ ആസ്തി നോക്കി ആർക്കാണ് കുഞ്ഞിനെ നോക്കാൻ ആസ്തിയുള്ളത് അത് നോക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കുന്നത്. ജനറലായി എല്ലാ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളോട് നിയമവശങ്ങൾ സംസാരിച്ചതിന് അഡ്വക്കേറ്റ് അനിതയ്ക്ക് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് നിയമ സാധ്യതകൾ അറിയുന്നതിനായി ഈ നമ്പറിൽ ബന്ധപ്പെടുക. വീണ്ടും നിയമവേദിയുടെ മറ്റൊരു എപ്പിസോഡിൽ അടുത്ത വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanadu TV India.